കലാ സാഹിത്യവേദി എന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് എന്നെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു കണക്ക് തീർക്കൽ പോലെ. കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് മിസ്റ്റർ ഉണ്ണി എന്നെ സ്ഥിരമായിട്ട് വിളിക്കാറുണ്ട് വരണം എന്ന് പറഞ്ഞിട്ട്. അതേപോലെ വരാൻ പറ്റാതെ ഇന്നും വരാൻ പറ്റിയ ചുറ്റുപാടല്ല. 2 ദിവസത്തേക്കുള്ള എൻ്റെ കാലിൻ്റെ തിരുമല ഫ്രീയാക്കി അവർ വെക്കുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് ഞാൻ അവിടെ കയറാൻ പ്രയാസപ്പെട്ടത്. ഞാൻ ഇത്തവണ എന്തായാലും പോകണം. അദ്ദേഹം വളരെ നിഷ്കർഷയോടെ വിളിക്കുകയും ചെയ്തു. എനിക്കിവിടെ ഔപചാരികമായിട്ട് സംസാരിക്കണമെന്ന് തോന്നുന്ന സദസ്സല്ല. ഞാനിവിടെ നിൽക്കുന്നെങ്കിലും എൻ്റെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെ ഈ സംഗമത്തിൻ്റെ ഏതോ ഭാഗത്ത് കയ്യും കെട്ടി MG സോമൻ സ്വതസിദ്ധമായ ചിരിയോടെ നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് സോമൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നടനം തരുന്ന പ്രഭാവം അതൊന്നും പറയുക എന്നുള്ളതല്ല ഉദ്ദേശം. പക്ഷേ ഞാനും MG സോമനുമായിട്ട് മാനസികമായ ഒരു ഐക്യമുണ്ടായിരുന്നു. അതെന്നെപ്പോലെ മറ്റു പലരുമായിട്ടും ഇതുണ്ടായിരിക്കാം. ഞാൻ പലപ്പോഴും വ്യക്തിപരമായ പല കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്ന ഒരാളാണ് MG സോമൻ. അദ്ദേഹത്തിൻ്റെ 3 പടങ്ങളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. അത് ഒരു പടം 2-3 പടങ്ങളിൽ ഒരു പടത്തിൽ അച്ഛനായിട്ടും വേറൊരു പടത്തിൽ പള്ളിയിൽ അച്ഛനായിട്ടും. ശരിയാണോ? അപ്പോൾ അതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയൊരു മാനസിക പ്രശ്നം വെച്ചാൽ അദ്ദേഹം എല്ലാവരുടെയും ഒരു വലിയേട്ടനായിരുന്നു. മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വീക്ഷണം കൊണ്ടുമൊക്കെ പുള്ളി ആ ചേട്ടൻ സ്ഥാനം എവിടെ പോയാലും പുള്ളി ഞാൻ കൊടുക്കും. ഞാൻ വാസ് ഹാപ്പി ചെയ്ത പെർട്ടിക്കുലർ. അപ്പം ഞാനിന്നിപ്പം ഈ ചടങ്ങ് വരാനായിട്ട് തയ്യാറായപ്പം എൻ്റെ സ്നേഹിതൻ ഏപ്രിൽ 19 എന്ന ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറുമായ ശ്രീ മോഹൻ കണ്ടു. യാദൃച്ഛികമായി കണ്ടു. അപ്പോൾ എവിടെ പോവാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ സോമൻ ജനിസ്ഥലം പോവാണ് ഏതോന്ന് ചോദിച്ചു. ഉടനെ പുള്ളി പറഞ്ഞു പിന്നെ നമ്മുടെ സോമൻ. അപ്പോൾ ആ ഒരു ഫീലിംഗാണ് സോമൻ ഇവിടുത്തെ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടായിരുന്നത്. ആരെ കണ്ടാലും തോളത്തിലേക്ക് അവരുടെ രീതികൾ മനസ്സിലാക്കി പെരുമാറാനും അവർക്ക് അല്പമുള്ള ഫീലിംഗ് കൊടുക്കാനും സോമന് പ്രത്യേകമായി കഴിവുണ്ട്. ഞാൻ പറഞ്ഞ 3 പടങ്ങളാണ്. അതിൽ ഞാൻ എല്ലാവരെയും പേരാണ് വിളിക്കുന്നത്. ഈ അണ്ണ ചേട്ടാന്ന് വിളിക്കുന്ന പരിപാടി എനിക്കില്ല, അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഞാൻ സോമനേക്കാളൊക്കെ പ്രായം കൂടിയ ആളാണല്ലോ. അപ്പോഴൊക്കെ സോമൻ ചില സമയത്തൊക്കെ ഇയാളൊന്നും എന്നെ ഇങ്ങനെ പേരിട്ട് വിളിക്കുന്നത്. ഞാൻ എനിക്ക് നിങ്ങളെ സോമേട്ടാന്നും സോമാണെന്നും ഞാൻ നാട്ടിൽ താൻ മാത്രം വിളിച്ചു എനിക്ക് മാത്രം തന്നിരിക്കുകയാണ് കേട്ടോ സാങ്ഷൻ. 2ാമത്തെ പടം പിന്നെ ഞങ്ങളുടെ കൊച്ചുലോകം. അത് പള്ളിയിൽ വെച്ചാണ് അഭിനയിച്ചത്. ഇനി ഒരു പടം കൂടെ ഉണ്ട്, 3ാമത്തെ പടം. ആരാണ്ട് പള്ളി ആരാണ്ട് പോയാലാണ് എൻ്റെ അച്ഛനായിട്ട് വരുന്നത്. അപ്പോൾ അത് ഷൂട്ടിങ് നടന്നിട്ടുണ്ടോ അത് കണ്ണ് കാണാൻ വേറെ അച്ഛനാണ്. ഷൂട്ടിങ് നടന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് ഡയറക്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് പരിസരമൊക്കെ പറഞ്ഞു നമ്മൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ സോമ എന്ന് പറയുന്നത് അച്ഛൻ്റെ മേലെ പോയിരിക്കുക. ഹലോ നീ വന്നേ ഞാനൊന്നും ഇപ്പോഴും എന്തെങ്കിലും സോമ ചെയ്ത് നീ ഇപ്പോഴെങ്കിലും എന്നെ മാറ്റി പിടിക്കണം, ഞാൻ അച്ഛനായിട്ടായിരിക്കണം. അതായത് പുള്ളിയുടെ മനസ്സ്. പിന്നെ പുള്ളിയുടെ സഹൃദയത്വം ഞങ്ങളെ സംബന്ധിച്ച് ജനകീയ വോട്ടൊക്കെ വെച്ചാൽ സോമനായിരിക്കും ചാർട്ട്. അമ്മയെന്ന സംഘടനയുടെ ആദ്യത്തെ പ്രസിഡന്റ്. അത് കാരണം പുള്ളിക്ക് കൊണ്ടു നടക്കാനുള്ള ശേഷി ഉള്ളതാണ്. എന്നെ നേരത്തെ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ കുടുംബപരമായിട്ടും എൻ്റെ കുടുംബമായിട്ടുള്ള തന്നെ അദ്ദേഹം വളരെ അടുപ്പത്തിലായിരുന്നു. എനിക്ക് ഓർമ്മ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പോ ഞാൻ 1000 ദിവസം BTC വന്നപ്പോൾ ഞാനും ഭാര്യയും. അപ്പോൾ ഞാൻ ആ സമയത്ത് അല്പം നല്ല കുട്ടിയായി തീരുമാനിച്ച് ഡ്രിങ്ക്സ് ഒഴിവാക്കാതിരിക്കുകയാണ്. പക്ഷെ BTC ഞാൻ താമസമുണ്ടെന്ന് അറിഞ്ഞിട്ട് പുള്ളി എങ്ങനെ അറിഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാൻ ഇപ്പം വരാം എന്നപ്പോൾ പുള്ളിയുടെ കൂടെ JC ഉണ്ട്.
സമയത്തായിരുന്നു. താനെ ഒരു മറ്റേ അവിടെ ഇരിക്കട്ടെ, മേളിലേക്ക് വന്നൊക്കെ ഇപ്പോൾ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം അവിടെ വന്നു. ഞാൻ അവിടെ പോയിട്ട് സ്വാമി ഇങ്ങനെ വ്രതം എടുത്തിരിക്കുകയാണ്, വാക്ക് കൊടുത്താൽ പാലിക്കും, അത്രേ ഉള്ളത്. സ്വാമിക്ക് കഴിച്ചിട്ടുണ്ട്, അതിപ്പോൾ ശരിയാക്കാം. പുള്ളി താഴെ വന്നിട്ട് കാര്യത്തിൽ ദേവസ്വം ഇന്നത്തെ കൊടുത്തു പുള്ളി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പുള്ളി ഞാൻ ആക്ച്വലി ഭാര്യയായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു. ഞാൻ അവിടെ പോയി ഒന്ന് സെക്ഷൻ കമ്പനി കൂടി തിരിച്ചു വന്നു. അത് ഭാര്യ മനസ്സിലായി, ഭർത്താവിൻ്റെ പ്രാർത്ഥനയ്ക്ക് പോയി അല്ലെങ്കിൽ ഇതിലേക്ക് പോയി മനസ്സിലായി. പക്ഷേ ഒരു പ്രതീക്ഷയില്ലാതെ സ്വാമി ജോസി വീണ്ടും കയറി. ഒത്തിരി സന്തോഷം കേട്ടു. ഞാൻ ഇപ്പോൾ വാക്ക് കയറി ഒരാണയുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഈ മനുഷ്യനെ ഞാൻ ഇതിനായിട്ട് വഴിക്കുന്നില്ല. പക്ഷെ അത് പറഞ്ഞ പോലെ സന്തോഷിച്ചു. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടത് പറഞ്ഞ വാർത്ത. അപ്പോൾ സോമൻ്റെ ഒരു ജനകീയത, പ്രത്യേകിച്ച് സിനിമ പോലുള്ള കുടുംബത്തിൽ പ്രവർത്തിക്കുന്നത് അവൻ്റെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ വരാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ് ഞാൻ. പിന്നെ നമ്മുടെ കൃഷ്ണപ്രസാദനെ കണ്ടു. അദ്ദേഹം നമ്മൾ പഴയ ഒരു ശിഷ്യനാണ്. അദ്ദേഹം കൃഷിയൊക്കെ താല്പര്യം കാണിച്ച് ഇപ്പോൾ ഈ ഹസ്ബൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. ഐ എം ഹാപ്പി അബൌട്ട് ദാറ്റ്. അപ്പോൾ സോമൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ കണ്ടു. അമ്മയെ കണ്ടില്ല, സുജാത കണ്ടില്ല, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് തന്നെ നിൽക്കാൻ നിർത്തിയില്ല. ഈ ചടങ്ങ് വിജയിപ്പിക്കാനെത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ കൂടെ പേരിൽ, വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എന്തെങ്കിലും ചോദിക്കാനുള്ള ചോദിച്ചത് ഞാൻ ലഘുവായിട്ട് പറയാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം, ചോദിക്കാൻ വേണ്ടിയല്ല. പക്ഷെ ഇങ്ങനൊരു വേദി ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഞാൻ സോമൻ മരിക്കുമ്പോൾ ഞാൻ അമ്മയുടെ സെക്രട്ടറി, അന്ന് ഞാൻ വീട്ടിൽ വന്നിരുന്നു. സോമൻ്റെ കൂടെ കിടക്കൊണ്ട് പോകുന്നത് രംഗാവത്തേക്ക് ഞാൻ ഓർമ്മയുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഗുണം ഇവിടെ മോഡ്സ്, ഞാൻ പറഞ്ഞേക്കാൾ മകൾക്ക് അറിയാൻ പറ്റും. മോഡ്സ് എല്ലാം ഭയങ്കര ജെനുവിനാണ്. ദേഷ്യം വന്നാൽ അപ്പം ദേഷ്യം വരും, വിഗ്രഹം അപ്പം വിഗ്രഹം തെളിയും. 5 മിനിറ്റ് വന്നിട്ട് തിരിച്ച് വയ്ക്കുകയും ചെയ്യും. എല്ലാം മക്കൾ സംസാരിക്കും. ബേസിക്കലി ഒരു കുട്ടിയുടെ മനസ്സായിരുന്നു സോമൻ. എനിവേ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിർത്തുന്നു. ഇനിയും ഇതേപോലുള്ള അവസരങ്ങളിൽ നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷയോടെ. തൽക്കാലം എനിക്ക് ഇത് കഴിഞ്ഞ ഉടനെ പോകും. ഇത് കാരണം വരാൻ സാധിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണം പറഞ്ഞുകൊണ്ട് താങ്ക് യു.